പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേകം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛൻ പേരാവൂര് ഒരു ദൈവവചന അഭിഷേകാഗ്നി കൺവെൻഷൻ പോയപ്പോൾ കർത്താവ് അത്ഭുതകരമായി ഇടപെട്ടൊരു സംഭവം ഒരു കുടുംബം രേഖപ്പെടുത്തുകയുണ്ടായി. നമുക്ക് അനുഭവം ഒന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ശോഭന. ശോഭന ആദ്യമായിട്ടാണ് അട്ടപ്പാടി വരണത്? ആദ്യമായിട്ട് അട്ടപ്പാടിയിൽ വരുന്നത്. ഇതാ ആദ്യമായിട്ട് അട്ടപ്പാടി സിക്കിയൻ ധ്യാന കേന്ദ്രത്തിൽ ശോഭന വരികയാണ്. കണ്ണൂർ ജില്ലയിൽ പേരാവൂരിലെ തൊണ്ടി ഇടവകയിൽ നിന്നാണ് വരുന്നത്. കണ്ണൂരിന് അപ്പുറത്ത് പേരാവൂരിന്റെ പ്രദേശത്തു നിന്നാണ് വരണത്. തൊണ്ടി ഇടവകയിൽ നിന്നാണ്. തൊണ്ടി എന്ന് പറഞ്ഞ ഇടവകയിൽ നിന്നാണ് വരണത്. 2.5 വർഷം മുമ്പ് തൊണ്ടി പള്ളിയിലെ വട്ടയാലച്ഛൻ്റെ ധ്യാനം നടക്കുന്നുണ്ടായിരുന്നു. 2.5 വർഷം മുമ്പ് ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു ഗംഭീര പേരാവൂർ അവിടെ ഒരു കൺവെൻഷൻ, അവിടെ ആ കൺവെൻഷൻ ഞാൻ പോയായിരുന്നു. എല്ലാ ദിവസവും ഞാൻ അച്ഛൻ്റെ ധ്യാനത്തിൽ പങ്കെടുത്തു. 5 ദിവസം കൂടി അല്ലേ? അവസാന ദിവസം ഞാൻ എൻ്റെ മൂത്ത മോന് മക്കളില്ല, രണ്ടാമത്തെ മോനൊരു പെൺകുഞ്ഞുണ്ട്. അപ്പോൾ ഞാൻ അച്ഛനോട് വന്ന് പറഞ്ഞു, അച്ഛൻ എൻ്റെ മോന് ഭയങ്കര സങ്കടം, അച്ഛൻ 6 വർഷമായി കല്യാണം കഴിഞ്ഞ എൻ്റെ വിവാഹം കഴിഞ്ഞ് 6 വർഷമായി അച്ഛൻ മക്കളില്ല, എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. മക്കൾക്ക് വേണ്ടി. അപ്പം അച്ഛൻ എൻ്റെ കൈ പിടിച്ച് പറഞ്ഞു അത്ഭുതം സംഭവിക്കുന്നു. പിറ്റത്തെ, അതൊരു മെയ് മാസമായിരുന്നു. പിറ്റത്തെ മാസം എൻ്റെ മോള് ഗർഭിണിയായി. ജൂൺ മാസം ആയപ്പോഴേക്കും കർത്താവ് ഇവരുടെ പ്രാർത്ഥനയ്ക്ക് അത്ഭുതകരമായി ഒരു ഉത്തരം നൽകി. ഹല്ലേലൂയ. 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 പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പം അച്ഛൻ എന്നോട് പറഞ്ഞ അത്ഭുതം സംഭവിക്കുമെന്നാണ്. അപ്പോൾ മോള് വിളിച്ചു പറഞ്ഞു, അമ്മേ ഞാൻ ഗർഭിണിയായി. ഭയങ്കര സന്തോഷമായ. ഇപ്പോൾ 2 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട് എൻ്റെ മോന്. ഇപ്പം അവർക്ക് കളിയ സന്തോഷം. അവരുടെ വീട്ടുമുറ്റത്ത് ഒരു കുട്ടി ഓടി കളിച്ച് വളരുകയാണ്. അപ്പോൾ ഇവരുടെ എല്ലാ കാര്യവും ഇവർ നേരെ യേശുവിനോട് പറയും. അപ്പോൾ യേശു അത് നടപ്പാക്കി കൊടുക്കും. മക്കൾ 3 ചോദിച്ചിട്ടാണ് വന്നത്, ഞാൻ പോയിക്കോട്ടെ അച്ഛനെ കാണാൻ, പോയിക്കോന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം അനുഗ്രഹിച്ച്. ആർമിയിലാണ് എൻ്റെ മക്കൾ. ആർമിയിലാണ് മക്കൾ. എന്നാലും മക്കൾ പറഞ്ഞു, ദയവ് ചെയ്ത് അമ്മ അവിടെ പോയി ഇതെല്ലാം വെളിപ്പെടുത്തി സാക്ഷ്യപ്പെടുത്തിയിട്ട് വരണമെന്ന് പറഞ്ഞ് ആർമിയിലുള്ള മക്കൾ അമ്മേനെ അനുഗ്രഹിച്ച് വിട്ടയച്ചു. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. കൈകൾ ഉയർത്തി നല്ല സന്തോഷത്തോടെ കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. അനുഗ്രഹത്തിൻ അധിപതിയേ, ആനന്ദ കൃപാ പെരുന്നതിയേ, അനുഗ്രഹത്തിൻ അധിപതിയേ, ആനന്ദ കൃപാ പെരുന്നതിയേ, അനുദിനം നിൻ പാദം ഗതിയേ, അടിയനു നിൻ കൃപമതിയേ, അനുദിനം നിൻ പാദം ഗതിയേ, അടിയനു നിൻ കൃപമതിയേ, അടിയനു നിൻ കൃപമതിയേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. നമ്മൾ കുറച്ചു നേരം ഒന്ന് ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഒരു അനോയിൻറ്റിങ്. പരിശുദ്ധാത്മാവ് ഇന്ന് ഈ സമയം അനേകം ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്താൻ പോവുകയാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ദൈവത്തിന് മുമ്പിൽ ഹൃദയത്തുറവ് വേണം. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. പരിശുദ്ധാത്മാവേ, അവിടെ നിന്ന് ഇപ്പോൾ ഇടപെടണമേ. ഓ ദൈവമേ, പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടാൻ അങ്ങ് സഹായിക്കണമേ. ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ.
അഗ്നിയയക്കണമേ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അയക്കണമേ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അയക്കണമേ പരിശുദ്ധാത്മാവേ, എന്റെ പരിശുദ്ധാത്മാവേ, 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 ജനകോടികളെ വീണ്ടും ഉണർത്തണമേ, അത്ഭുതങ്ങളും അടയാളങ്ങൾ വീണ്ടും നൽകണമേ. ആദിയിലെ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ, അത്ഭുതങ്ങളും അടയാളങ്ങൾ വീണ്ടും നൽകണമേ. അത്ഭുതമൊഴുകും കൈകൾ എന്നിൽ നീട്ടണമേ, അത്ഭുതമൊഴുകും കൈകൾ എന്നിൽ നീട്ടണമേ. ഉണവിൻ കൊടുകാറ്റേ നീ വീശണമേ വീണ്ടും, ഉണവിൻ കൊടുകാറ്റേ നീ വീശണമേ വീണ്ടും. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ, തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. വീണ്ടും എനിക്ക് നൽകണമേ, എനിക്ക് നൽകണമേ, അഭിഷേകത്തിൻ കൈകൾ എന്നിൽ നീട്ടണമേ, അഭിഷേകത്തിൻ കൈകൾ എന്നിൽ നീട്ടണമേ. ഉണർവിൻ കൊടുകാറ്റേ നീ വീശണമേ വീണ്ടും. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. സൗഖ്യം നൽകണമേ പരിശുദ്ധാത്മാവേ, ബന്ധനമഴിയട്ടെ പരിശുദ്ധാത്മാവേ, സൗഖ്യം നൽകണമേ പരിശുദ്ധാത്മാവേ, ബന്ധനമഴിയട്ടെ പരിശുദ്ധാത്മാവേ. മാറാത്തീരാ വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ, തളർന്ന കൈകാൽ മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. മാറാത്തീരാ വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ, തളർന്ന കൈകാൽ മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. അത്ഭുതമൊഴുകും കൈകൾ എന്നിൽ നീട്ടണമേ, അത്ഭുതമൊഴുകും കൈകൾ എന്നിൽ നീട്ടണമേ. കൈ ഉയർത്തി കൈയടിച്ച് കൊടുകാറ്റേ നീ വീശണമേ വീണ്ടും, ഉണർവിൻ കൊടുകാറ്റേ നീ വീശണമേ വീണ്ടും. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ, വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധക്കുസ്ത, വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധക്കുസ്ത, വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധക്കുസ്ത. ഹല്ലേലൂയ ഹല്ലേലൂയ. അഭിഷേകം തിരിയണമേ, കൃപ നിറയ്ക്കണമേ, കുടുംബങ്ങളെ ഉണർത്തണമേ, ദേശാന്തരങ്ങളെ ഉണർത്തണമേ. കൃപ 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 കൃപ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് ഇരിക്കുക. ഇന്ന് നമ്മൾ ജ്ഞാനത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 12 മുതൽ 20 വരെ ദൈവവചന ഭാഗങ്ങൾ വായിച്ചും ധ്യാനിച്ചും നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ബുക്ക് ഓഫ് വിസ്ഡം ചാപ്റ്റർ 2 വേഴ്സസ് 12 to 20. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു കൂട്ടം ആളുകൾ ഈ ഭൂമിയിൽ അവരുടെ സ്വഭാവം ഈ രീതിയിലാണ് വെളിപ്പെടുത്തുന്നത്. അവരുടെ ചിന്ത, അവരുടെ കാഴ്ചപ്പാട്, അവരുടെ നീക്കങ്ങൾ എല്ലാം ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരോട് ഒരു പ്രത്യേക ശത്രുത പരമായ നീക്കം. അതെങ്ങനെയൊക്കെയാണ് വെളിപ്പെടുന്നതെന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങളിൽ കാണാം. നീതിമാനെ നമുക്ക് പതിയിരുന്ന് ആക്രമിക്കാം, അവൻ നമുക്ക് ശല്യമാണ്, അവൻ നമ്മുടെ പ്രവൃത്തികളെ എതിർക്കുന്നു, നിയമം ലംഘിക്കുന്നതിനെയും ശിക്ഷണ വിരുദ്ധമായി പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചും അവൻ നമ്മെ ശാസിക്കുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നൊരു വ്യക്തിയുണ്ടെങ്കിൽ തിരുത്തലുകൾ നൽകും, ചിലപ്പോൾ ശാസിക്കും. ഇതങ്ങനെ ചെയ്യാൻ പാടില്ല, ഇത് പ്രാർത്ഥന സമയത്ത് ചെയ്യണ്ടേ. ഓരോ കാര്യങ്ങളെക്കുറിച്ചും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നൊരു വ്യക്തി നമ്മുടെ പ്രദേശത്തുണ്ടെങ്കിൽ, നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിലുണ്ടെങ്കിൽ, നമ്മുടെ ഇടവകയിലുണ്ടെങ്കിൽ, നമ്മുടെ ഗവൺമെൻറ്റിലുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവർ കുടുംബാംഗങ്ങളെ അവർ ക്രമപ്പെടുത്താൻ നോക്കും. അരാജകത്വത്തിൽ നിന്ന് ക്രമപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് ദൈവകൃപയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവർ അധ്വാനിക്കും.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം അതുകൊണ്ട് ഇവർ പറയുകയാണ്, ഇതാ അവൻ നമ്മെ ശാസിക്കുന്നു. നമ്മുടെ ശിക്ഷണ വിരുദ്ധമായ, ഡിസിപ്ലിൻ ഇല്ലാത്ത ജീവിതത്തെ നമ്മൾ കണ്ടമാനം അങ്ങോട്ട് ഉച്ചവരെ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ അവർ ശാസിക്കും, നേരത്തെ എഴുന്നേക്കാൻ പറയും. അല്ലെങ്കിൽ നമ്മൾ കണ്ടമാനം അങ്ങോട്ട് അലസമായി അങ്ങോട്ട് വർത്തമാനം പറഞ്ഞ് കണ്ടമാനം ഇരിക്കുമ്പോൾ അവരിൽ ആത്മാവ് ശക്തമായി ഒരുപക്ഷെ ഇടപെട്ടുന്നിരിക്കും. അപ്പം നമ്മുടെ ശിക്ഷണ വിരുദ്ധമായ, ഡിസിപ്ലിൻ ഇല്ലാത്ത ലൈഫ്, നമുക്ക് ഇഷ്ടമുള്ളത് ധരിക്കാം, ഇഷ്ടമുള്ളത് നടക്കാം, ഇഷ്ടമുള്ളത് സംസാരിക്കാം, ഇഷ്ടമുള്ളത് തിരിക്കാം, ഇഷ്ടമുള്ളപ്പോൾ പോകാം, ഇഷ്ടമുള്ളപ്പോൾ വരാം, അങ്ങനത്തെ ആ ഡിസിപ്ലിൻ ഇല്ലാത്ത ലൈഫിനെ, ശിക്ഷണ വിരുദ്ധമായ നമ്മുടെ പ്രവർത്തന രീതികളെ അവൻ ശാസിക്കുന്നു. തനിക്ക് ദൈവജ്ഞാനമുണ്ടെന്നും താൻ കർത്താവിൻ്റെ പുത്രനാണെന്നും അവൻ പ്രഖ്യാപിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവൻ പ്രാർത്ഥിക്കുന്നു. അവൻ നമ്മുടെ ചിന്തകളെ കുറ്റം വിധിക്കുന്നു. അവനെ കാണുന്നത് തന്നെ നമുക്ക് ദുസ്സഹമാണ്. അവൻ്റെ ജീവിതം നമ്മുടേതിൽ നിന്ന് വ്യത്യസ്തമാണ്. മാർഗങ്ങൾ അസാധാരണവും. അവൻ്റെ മാർഗം അസാധാരണം. സാധാരണക്കാരുടെ രീതിയിലല്ല അവൻ നീങ്ങുന്നത്. അവൻ്റെ മാർഗങ്ങൾ അസാധാരണം, നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്നില്ല. നമ്മളൊരു വഴിക്ക് പോകുമ്പം അവൻ മറ്റൊരു വഴിക്ക് നീങ്ങുന്നു. നമ്മളൊരു വഴിക്ക് ചിന്തിക്കുമ്പോൾ അവൻ വേറൊരു വഴിക്ക് ചിന്തിക്കുന്നു. അവൻ നമ്മുടെ കണ്ണിലെ കരടാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം അതുകൊണ്ട് പറയുകയാണ്, അവൻ നമ്മുടെ ചിന്തകളെ കുറ്റം വിധിക്കുന്നു. അവനെ കാണുന്നത് തന്നെ നമുക്ക് ദുസ്സഹമാണ്. അവൻ്റെ ജീവിതം നമ്മുടേതിൽ നിന്ന് വ്യത്യസ്തമാണ്. മാർഗങ്ങൾ അസാധാരണവും. അവൻ നമ്മെ അധമരായി കരുതുന്നു. നമ്മുടെ മാർഗങ്ങൾ അശുദ്ധമെന്നതുപോലെ അവൻ അവയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. നീതിമാൻ്റെ മരണം അനുഗ്രഹീതമെന്ന് അവൻ വാഴ്ത്തുന്നു. ദൈവം തൻ്റെ പിതാവാണെന്ന് അഹങ്കരിക്കുകയും ചെയ്യുന്നു. അവൻ്റെ വാക്കുകൾ സത്യമാണോ എന്ന് നമുക്ക് പരീക്ഷിക്കാം. അവൻ മരിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. എന്ന് പറഞ്ഞാൽ അവനെ നശിപ്പിക്കാം. അവൻ നശിക്കുമ്പോൾ എന്താണ് ഉണ്ടാകാൻ പോകുന്നത്? ആകാശങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും. നമുക്ക് നോക്കാം. അവൻ മരിക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. നീതിമാൻ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ അവിടുന്ന് അവനെ തുണയ്ക്കും, ശത്രു കരങ്ങളിൽ നിന്ന് മോചിപ്പിക്കുമ്പോൾ. അവൻ ദൈവത്തിൻ്റെ മകനല്ലേ, അവൻ ദൈവം അവനെ രക്ഷിക്കണമെന്ന് കാണട്ടെ, ദൈവം അവനെ സഹായിക്കണമെന്ന് കാണട്ടെ. ഇങ്ങനെ അവനോട് ഒരു സ്പർദ്ധ തോന്നും. അടുത്തത്, നിന്ദനവും പീഡനവും കൊണ്ട് അവൻ്റെ സൗമ്യതയും ക്ഷമയും നമുക്ക് പരീക്ഷിക്കാം. അവനെ ലജ്ജാകരമായ മരണത്തിന് വിധിക്കാം. അവൻ്റെ വാക്ക് ശരിയെങ്കിൽ അവൻ രക്ഷപ്പെടുമല്ലോ. യേശുവിനെ വിധിച്ചപ്പോഴും യേശുവിനെ കുരിശ് തറച്ചപ്പോഴും അവിടെ നിന്ന ഒരു കൂട്ടം ആളുകൾ ഇതുപോലെ പറഞ്ഞുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിൻ്റെ കാലത്ത് മാത്രമല്ല, അബ്രാഹത്തിൻ്റെ കാലം തൊട്ട് ഇന്നു വരെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയം വരെ ഈ ഒരു അരൂപിയാൽ നയിക്കപ്പെടുന്ന ഒരു വലിയൊരു വിഭാഗം ആളുകൾ ലോകത്തിലുണ്ട്. ഈ ആളുകളെക്കുറിച്ച് ഗലാത്യ ലേഖനം 4-ാം അധ്യായം 28-29 വാക്യങ്ങൾ, സഹോദരരെ, നമ്മളാകട്ടെ ഇസഹാക്കിനെ പോലെ വാഗ്ദാനത്തിൻ്റെ മക്കളാണ്. എന്നാൽ ശാരീരിക രീതിയിൽ ജനിച്ചവൻ ആത്മാവിൻ്റെ ശക്തിയാൽ ജനിച്ചവനെ അന്ന് പീഡിപ്പിച്ചു. ഇന്നും അതുപോലെ തന്നെയാണ്. ഈ ഒരു വചനത്തിൻ്റെ പശ്ചാത്തലം അബ്രാഹത്തിൻ്റെ കുടുംബത്തിലെ പശ്ചാത്തലമാണ്. അബ്രാഹത്തിന് വാഗ്ദാന പ്രകാരം സാറ, അബ്രാഹത്തിൻ്റെ ഭാര്യ സാറായിൽ പുത്രനായ ഇസഹാക്ക് ജനിച്ചു. അതുപോലെ തന്നെ അബ്രാഹത്തിന് ദാസിയുണ്ട്, ഹാഗാർ. അബ്രാഹത്തിൻ്റെ ദാസിയായ ഹാഗാറിൽ അബ്രാഹത്തിന് കുഞ്ഞുണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്മായേൽ എന്ന് പറഞ്ഞ ആ കുട്ടി, ഹാഗാറിലുണ്ടായ ആ കുട്ടി ഇസ്ഹാക്കിനെ നിരന്തരം ബുദ്ധിമുട്ടിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ ഒരു പശ്ചാത്തലമാണ് ഇവിടെ പറയണത്. ശാരീരിക രീതി ജനിച്ചവൻ, ആത്മാവിൻ്റെ ശക്തി ജനിച്ചവനെ അന്ന് പീഡിപ്പിച്ചു. ഇന്നും അതുപോലെ തന്നെ നമുക്ക് ചുറ്റിലും പ്രാർത്ഥന, ദൈവിക കാര്യങ്ങൾ, ദൈവവിശ്വാസം, സത്യസന്ധത, വിശുദ്ധി, ക്ഷമ, എളിമ, അങ്ങനെ ദൈവവചനം അനുസരിച്ചുള്ള ജീവിതം, ഇങ്ങനെ വളരെ ത്യാഗം സഹിച്ച് ദൈവവചനപ്രകാരം ജീവിക്കുന്ന ആളുകളെ ചവിട്ടി മതിക്കുക.
ഒരു ഫംഗ്ഷൻ ചെന്നാലും, ഒരു മീറ്റിങ്ങിന് പോയാലും, വീട്ടിലാണെങ്കിലും, കോൺവെൻറ്റിലാണെങ്കിലും, ഇടവകയിലാണെങ്കിലും, രൂപതയിലാണെങ്കിലും, എവിടെയാണെങ്കിലും എല്ലാ ജീവിതാന്തസ്സിലും ഈ ഒരു പ്രതിഭാസം നമുക്ക് കാണാൻ സാധിക്കും. ചവിട്ടി മെതിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹാഗാറിൻ്റെ മക്കൾ ഭരണം നടത്തുമ്പോൾ ഇങ്ങനെ സംഭവിക്കും. ദൈവം അവനെ സഹായിക്കുന്നത് നമുക്കൊന്ന് കാണാം. അവൻ ദൈവത്തിന് വേണ്ടി അന്വേഷിച്ച് നടക്കുകയല്ലേ, ബൈബിൾ എടുത്ത് നടക്കുകയല്ലേ, വചനം പാലിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അവൻ എന്നും പ്രാർത്ഥിക്കുന്നവനല്ലേ, അവൻ എന്നും കുർബാനയ്ക്ക് പോകുന്നവനല്ലേ, അവൻ എന്നും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ദൈവം സഹായിക്കുന്നത് കാണട്ടെ. പുച്ഛവും പരിഹാസവും നിന്ദനവും കൊണ്ട് പരീക്ഷിക്കുകയാണ്. അവൻ്റെ സൗമ്യതയെയും ക്ഷമയെയും നമുക്ക് പരീക്ഷിച്ച് നോക്കാം. എന്തെങ്കിലും പറഞ്ഞാൽ നീ അങ്ങനെയൊന്നും പറയരുത്, നീ പ്രാർത്ഥിക്കുന്ന ആളാണ്, ദുഷിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹാഗാറിൻ്റെ മക്കൾ ഭരണം നടത്തുമ്പോൾ ആ സമൂഹത്തിൽ ഇതുപോലുള്ള കാര്യങ്ങൾ പ്രബലപ്പെടും. ഇതിന് ഒരു 4 കാരണങ്ങൾ ബൈബിൾ പറയുന്നുണ്ട്. ഇതിനകത്ത് തന്നെ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ കൂട്ടത്തിൽ ഹാഗാറിൻ്റെ മക്കളുണ്ട്, സാറായുടെ മക്കളുണ്ട്. വാഗ്ദാന പ്രകാരം ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരുണ്ട്, ശാരീരിക രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. തിന്നുക, കുടിക്കുക, മതിക്കുക, ഇഷ്ടത്തിന് പോവുക, അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. അവരിന്നിട്ട് ചവിട്ടി മതിക്കുകയോ അങ്ങോട്ട് ചെയ്യുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 4 പ്രത്യേക കാരണങ്ങൾ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതിൽ ഒന്നാമത്തെ കാരണം, ജ്ഞാനത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 21-ാമത്തെയും 22-ാമത്തെയും തിരുലിഖിതം ഒരുമിച്ച് വായിക്കാം. അവർ ഇങ്ങനെ ചിന്തിച്ചു, എന്നാൽ അവർക്ക് തെറ്റുപറ്റി, ദുഷ്ടത അവരെ അന്ധരാക്കി, ദൈവത്തിന്റെ നിഗൂഢ ലക്ഷ്യങ്ങൾ അവർ അറിഞ്ഞില്ല, വിശുദ്ധിയുടെ പ്രതിഫലം പ്രതീക്ഷിച്ചില്ല. അതായത് ദുഷ്ടത അവരിൽ ഭരണം നടത്തി. ദുഷ്ടത അവരുടെ ഹൃദയത്തിൽ ഭരണം നടത്തുന്നു. അവർക്ക് ദൈവത്തോട് താല്പര്യമില്ല. ദൈവത്തിൻ്റെ നിഗൂഢ ലക്ഷ്യങ്ങളെ അവർ അന്വേഷിക്കുന്നില്ല. വിശുദ്ധിയുടെ പ്രതിഫലത്തെ പ്രതീക്ഷിക്കുന്നില്ല. നിത്യതയെ അവർ മാനിക്കുന്നില്ല. ദൈവത്തിൻ്റെ ആത്മാവിനെ അവർ ഗവനിക്കുന്നില്ല. തന്നിഷ്ടം, തൻ്റെ സുഖം, തൻ്റെ ജീവിതം, ഈ ലോക ജീവിതം. രണ്ടാമത് ഒരു റീസൺ വിശുദ്ധ ലേഖനം നമുക്ക് നൽകുന്നുണ്ട്. അത് നമ്മൾ കാണുന്നത് കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 3-4 തിരുലിഖിതങ്ങളാണ്. ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. അവർക്ക് ദൃശ്യമല്ല. ദൈവികമായ ഒന്നും അവർ കാണാൻ പറ്റുന്നില്ല. ദൈവികമായ ഒന്നും അവർക്ക് കാണാൻ പറ്റുന്നില്ല, അന്വേഷിക്കാൻ പറ്റുന്നില്ല, ചിന്തിക്കാൻ പറ്റുന്നില്ല, വിചാരിക്കാൻ പറ്റുന്നില്ല, സ്വപ്നം കാണാൻ പറ്റുന്നില്ല. കാരണം അടഞ്ഞുപോയി. കണ്ണുകൾ, ആന്തരിക നേത്രങ്ങൾ അടഞ്ഞുപോയി. എന്താ കാരണം? ഈ ലോകത്തിൻ്റെ ദേവൻ അവരിൽ ഭരണം നടത്തുകയാണ്. ദുഷ്ടപിശാച് അവരുടെ ഹൃദയത്തിൽ ഭരണം നടത്തുകയാണ്. അന്ധകാര ശക്തികളുടെ ഭരണകേന്ദ്രമാണ് അവൻ്റെ ഹൃദയം. അതുകൊണ്ട് സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ അതിനുള്ള പ്രകാശം അവർക്കില്ല. സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കാൻ അതിൻ്റെ പ്രകാശം അണഞ്ഞുപോയി. നിത്യജീവനെക്കുറിച്ച് ചിന്തിക്കാൻ, നല്ല ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ, ആത്മീയ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള വിളക്ക് അണഞ്ഞുപോയ അവസ്ഥയാണത്. പ്രകാശമില്ല. അവരുടെ ഹൃദയത്തിൽ ഈ ലോകത്തിന് ദേവൻ ഭരണം നടത്തുന്നു. ഇപ്പം നമ്മൾ 2 കൂട്ടരെ കണ്ടു. ഒന്ന്, ദുഷ്ടത ഭരണം നടത്തുന്നു. 2, ഈ ലോകത്തിൻ്റെ ദേവൻ അവരുടെ ഹൃദയങ്ങളിൽ ഭരണം നടത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയുള്ളവരെ സംബന്ധിച്ച്
കണ്ണുകൾ കൊണ്ട് അല്ലെങ്കിൽ ആത്മീയമായി ഇങ്ങനെയുള്ള കാര്യങ്ങളെ കാണാൻ പറ്റാത്ത വിധം അവരുടെ നേത്രങ്ങൾ അടഞ്ഞു പോയതിനാൽ ത്യാഗം സഹിക്കാനോ പ്രാർത്ഥിക്കാനോ അവർക്ക് കഴിയുകയില്ല. ദൈവിക കാര്യങ്ങളോട് അവർക്ക് താല്പര്യമില്ല. മൂന്നാമതൊരു കാരണം ദൈവവചനം നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. അത് നമ്മൾ കാണുന്നത് യെശയ്യായുടെ പുസ്തകത്തിൽ 47-ാം അധ്യായം 10-ാമത്തെ വാക്യമാണ്. അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ക്രൂരതയിൽ നീ സുരക്ഷിതത്വം കണ്ടെത്തി, ആരും നിന്നെ കാണുന്നില്ല എന്ന് നീ വിചാരിച്ചു. നിന്റെ ജ്ഞാനവും നിന്റെ അറിവും നിന്നെ വഴിതെറ്റിച്ചു. ഞാനല്ലാതെ മറ്റാരുമില്ല എന്ന് നീ അഹങ്കരിച്ചു. അഹങ്കാരം നമ്മുടെ ഹൃദയത്തെ അന്ധമാക്കും. അഹങ്കാരം ഹൃദയത്തിൽ ഭരണം നടത്താൻ തുടങ്ങും. അഹങ്കാരം ഹൃദയത്തിൽ ഭരണം നടത്തുമ്പോൾ പ്രാർത്ഥനയ്ക്കും ആത്മീയതയ്ക്കും ദൈവിക കാര്യങ്ങൾക്കും ഒരു വിലയുണ്ടാവുകയില്ല. ഞാനല്ലാതെ മറ്റാരുമില്ല എന്ന മട്ടിലുള്ള ജീവിതം ആരംഭിക്കും. ആർക്കും ഉപദേശിക്കാൻ പറ്റില്ല, ആർക്കും തിരുത്താൻ പറ്റില്ല, എന്നെ ആരും പഠിപ്പിക്കാൻ വരണ്ട എന്നൊരു പ്രത്യേക ഒരു ഭാവത്തോടു കൂടെ ഒരു ഏകാധിപതിയെ പോലെ ഒരാളെയും ഗൗനിക്കാതെ, ആരുടെ വാക്കിന് വില കൊടുക്കാതെ, അപ്പനായിക്കോട്ടെ അമ്മയായിക്കൊള്ളട്ടെ ഇടവക വികാരി ആയിക്കൊള്ളട്ടെ, അത് നമ്മളെക്കാൾ പ്രായത്തിൽ മൂത്തവരാകട്ടെ ആങ്ങളമാരാകട്ടെ, ആരുടെയും വാക്കിന് വില കൊടുക്കാതെ തന്നിഷ്ട പ്രകൃതിയായിട്ട് മാറും. അഹങ്കാരം ഹൃദയത്തിൽ ഭരണം നടത്തുന്ന ഹൃദയമാണ്, ജീവിതമാണത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇങ്ങനെ ഹൃദയത്തിൽ അഹങ്കാരം ഭരണം നടത്തുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവിക കാര്യങ്ങളോട് ഭയങ്കര വിപ്രതിപത്തി, വിരസത, ഒരു 5 മിനിറ്റ് പോലും പ്രാർത്ഥിക്കാൻ പറ്റാത്ത വിധം നമ്മുടെ ഹൃദയം അന്ധമായി പോകും. നമ്മുടെ ഹൃദയം ദുർബലമായി പോകും. ആത്മീയ കാര്യങ്ങളിൽ നമ്മുടെ ഹൃദയം ദുർബലമായി പോകും. അഹങ്കാരം ഹൃദയത്തിൽ ഭരണം നടത്തുക. 4-ാമത്തെ മേഖല അത് നമ്മൾ കാണുന്നത് തിമോഥെയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 6-ാമത്തെ തിലകതമാണ്. സുഖാനുഭവങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചു കഴിഞ്ഞു. സുഖലോലഭത നമ്മളെ ആത്മീയമായി മരിച്ചവരാക്കി മാറ്റും, നിശ്ചലമാക്കും. എല്ലാ വിളക്കും കെടുത്തിക്കളയും, എല്ലാ പ്രകാശവും അണഞ്ഞു പോകും. അന്ധത കൊണ്ട് മൂടപ്പെട്ട ഒരവസ്ഥയിൽ ഈ ഭൂമിയിൽ നമ്മൾ നട്ടം തിരിയും. സുഖലോലഭത. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു വ്യക്തിയുടെ ജീവിതം സുഖലോലുപത കൈകളിലേക്ക് വിട്ടുകൊടുക്കപ്പെട്ടാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവിക കാര്യങ്ങളൊക്കെ പിന്നെ ഒരു വിലയില്ലാത്ത ഇറലവൻ്റായ കാര്യം പോലെ തോന്നാൻ തുടങ്ങും. ഇതെല്ലാം എന്തിനാണ് ഇവരിങ്ങനെ പറയണത് എന്ന് ചിന്തിക്കാൻ തുടങ്ങും. എന്താ ഇവരൊക്കെ പറയേണ്ട അർത്ഥം? എന്തുവാ ഇവരെങ്ങനെ ജീവിക്കുന്നത്? എന്തുവാ ഇതിൻ്റെയൊക്കെ അർത്ഥം? ഇങ്ങനെ ഒരു പുച്ഛം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 19-ാം അധ്യായം അവിടെ 14-15 തിരുലിഖിതങ്ങൾ. സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ലോത്തിനോട് പറഞ്ഞു, പെട്ടെന്ന് പോയി നിനക്ക് ആരെങ്കിലും വേണ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരൊക്കെ വിളിക്കുക, അവൻ വേണമെങ്കിൽ പെട്ടെന്ന് ജീവൻ രക്ഷിക്കുക, അവരെ വേണമെങ്കിൽ മാത്രം എടുത്തോ, അവരെ വേണമെങ്കിൽ മാത്രം കൂട്ടിക്കോ. ഒരു എക്സെപ്ഷൻ, ഒരു പ്രത്യേക പ്രിവിലേജ് ലോത്തിന് കൊടുത്തു. ലോത്ത് വേഗം തൻ്റെ പെൺമക്കളെ കല്യാണം കഴിക്കാനിരുന്ന അവരുടെ അടുത്തേക്ക് ഓടി. അവരോട് ചെന്ന് പറഞ്ഞു, നമുക്കൊരു പ്രിവിലേജ് കിട്ടിയിട്ടുണ്ട്, ദൈവദൂതൻ വന്നു. ദൈവദൂതൻ പറഞ്ഞു, നിങ്ങൾക്ക് മാത്രം, ബാക്കി ആർക്കും രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ എൻ്റെ കൂടെ പോരും, നമുക്ക് ജീവൻ രക്ഷിക്കാം, നാളെ നമുക്ക് ഓടി രക്ഷപ്പെടാം. ഈ പട്ടണം മുഴുവൻ അഗ്നിയും ഗന്ധവും ഇറങ്ങി ഇത് ചുട്ട് ചാമ്പലാക്കപ്പെടും, ഇത് മുഴുവൻ വെണ്ണീറായി പോകും. പക്ഷേ സുഖലോലുപതയിൽ മുഴുകിയിരുന്നവർ, ലോകത്തിൻ്റെ സുഖഭോഗങ്ങളിൽ മുഴുകിയിരുന്നവർ, അവർക്കിത് ഗ്രഹിക്കാനോ ചിന്തിക്കാനോ പറ്റാത്ത വിധം അവരുടെ കണ്ണുകൾ അന്ധമായി പോയി. പുച്ഛവും പരിഹാസവും അവരുടെ വായിൽ നിന്ന് അഗ്നിപർവ്വതത്തിൽ നിന്ന് ലാവ ഒഴുകണത് പോലെ ഒഴുകി. അവരെന്താ പറഞ്ഞത്? അതാണ് 14-15 വാക്യങ്ങൾ. ഉടനെ ലോത്ത് തൻ്റെ പെൺമക്കളെ വിവാഹം ചെയ്യാൻ തീരുന്നവരെ അടുത്ത് ചെന്ന് പറഞ്ഞു, എഴുന്നേറ്റ് ഉടൻ ഈ സ്ഥലം വിട്ടു പോവുക, കർത്താവ് ഈ നഗരം നശിപ്പിക്കാൻ പോകുന്നു. എന്നാൽ അവൻ തമാശ പറയുകയാണ് എന്നത്രേ അവർക്ക് തോന്നിയത്. തമാശ പറയുക, അതായത് ദൈവരാജ്യ കാര്യങ്ങൾ കേൾക്കുമ്പോൾ
ഒരു ജോക്ക് കേൾക്കണം, ഒരു തമാശ, എന്തൊരു വിലയില്ലാത്ത കാര്യം, ഒരു തമാശ കേൾക്കുന്നത് പോലെ അവർക്ക് തോന്നി. റിയലായിട്ട് അവർക്ക് അങ്ങനെ തോന്നുകയാണ്. ഇത് കേൾക്കുമ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. ഓരോരുത്തരുടെയും ഉള്ളിൽ ഭരണം നടത്തുന്ന ആരാണെന്ന് ചിന്തിക്കണം. ദുഷ്ടത ഹൃദയത്തിൽ ഭരണം നടത്തുന്നവരുണ്ട്. ഈ ലോകത്തിന് ദേവൻ ഹൃദയത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. അഹങ്കാരം ഹൃദയത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. സുഖലോലുപതയും മദ്യാസക്തിയും ജീവിത വ്യഗ്രതയും ഈ ലോകത്തിൻ്റെ അരൂപികൾ ഹൃദയത്തെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അവരെ സംബന്ധിച്ച് ദൈവകാര്യങ്ങൾ, പ്രാർത്ഥന, ദേവാലയം, ദൈവിക കാര്യങ്ങൾ, ദൈവം, സ്വർഗം, വിശുദ്ധി, മരണാനന്തര ജീവിതം, ഇതൊരു മിഥ്യ, ഒരു മിഥ്യ. ദൈവം ഒരു മിഥ്യ എന്നവർക്ക് തോന്നാൻ തുടങ്ങും. മകനെ, മകളെ, നീ ഇതുപോലെ ഒരു കഠിന ബന്ധനത്തിൽ അകപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? ഇതാ സാത്താൻ വളരെ കൗശലപൂർവ്വം നിന്നെ കബളിപ്പിച്ചിരിക്കുകയാണ്. നിത്യജീവന്റെ കർത്താവ് ഇന്ന് തൊട്ട് വിളിക്കുകയാണ്. നിത്യജീവന്റെ കർത്താവ് ഇന്ന് തൊട്ട് വിളിക്കുകയാണ്. ഫിലിപ്പിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 12-13 തിരുലിഖിതങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെപ്പോഴും അനുസരണയോടെ വർത്തിച്ചിട്ടുള്ളത് പോലെ എൻ്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല, ഞാൻ അകന്നിരിക്കുന്ന ഈ സമയത്തും പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവിൻ. എന്തെന്നാൽ തൻ്റെ അഭീഷ്ടമനുസരിച്ച് ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് ദൈവമാണ്. കർത്താവ് തൊട്ട് വിളിക്കുന്ന സമയമാണിത്. പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് ഹൃദയപൂർവ്വം എളിമപ്പെട്ട ദൈവമേ, എനിക്കിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലോ, എനിക്കിന്ന് ദൈവിക കാര്യങ്ങൾ ഒരു ടേസ്റ്റും തോന്നുന്നില്ലല്ലോ, ഒരാഗ്രഹം, ഒരു ആഭിമുഖ്യം തോന്നുന്നില്ലല്ലോ, എനിക്കിന്ന് കർത്താവിനെ അന്വേഷിക്കാൻ തോന്നുന്നില്ലല്ലോ, എനിക്കിന്ന് ബൈബിൾ വായിക്കാൻ തോന്നുന്നില്ലല്ലോ. എനിക്ക് ചുറ്റും പലരും പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ എനിക്ക് അവരോട് പുച്ഛം തോന്നുകയാണല്ലോ. എനിക്ക് ചുറ്റും പലരും ദൈവകാര്യങ്ങളിൽ നീങ്ങുന്നത് കാണുമ്പോൾ എനിക്കത് തട്ടിപ്പാണെന്ന് തോന്നുകയാണല്ലോ. അവരെ ദൂഷണം പറയാൻ തോന്നുകയാണല്ലോ. എൻ്റെ കർത്താവേ, എൻ്റെ ഹൃദയത്തെ അവിടുന്ന് പരിശോധിക്കണമേ, എനിക്കൊരു നല്ലൊരു വിശുദ്ധിയുടെ ജീവിതം തരണമേ. ഹൃദയത്തിൽ എളിമപ്പെട്ട് കർത്താവിനോട് നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം. ഈ സമയം ദിവ്യകാരുണ്യ രൂപത്തിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന സത്യദൈവമായ യേശുവിൻ്റെ സന്നിധിയിൽ മുട്ടിന്മേൽ നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കുർബാന ഉയർത്തി ആശീർവാദം നൽകപ്പെടുന്ന ഈ സമയത്ത് ഓരോരുത്തരും എളിമപ്പെട്ട്, എൻ്റെ ദൈവമേ, എൻ്റെ അവസ്ഥ തിരിച്ചറിഞ്ഞ് നേരായ മാർഗത്തിൽ നടക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ഇടതും വലതും 10,000 തന്നിഷ്ടത്ത് ജീവിക്കുന്നവരുണ്ടാകാം. എന്താണ് ദൈവം നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന് നീ തിരിച്ചറിയുക. അത്യധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ സ്വന്തം ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവിൻ. ശാരീരിക രീതിയിൽ ജനിച്ചവൻ ആത്മാവിൻ്റെ ശക്തിയാൽ ജനിച്ചവനെ അന്ന് പീഡിപ്പിച്ചു, ഇന്നും അങ്ങനെ തന്നെയാണ്. തളരരുത്. ഹാഗാറിൻ്റെ മക്കൾ ചുറ്റും ഭരണം നടത്തുമ്പോൾ, തേർവാഴ്ച നടത്തുമ്പോൾ തളരരുത്. പ്രാർത്ഥനയിലും വിശുദ്ധിയിലും ദൈവകൃപയിലും ഉറച്ചു നിൽക്കുക. 2 കരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ ഉയർത്തിപ്പിടിക്കാം. യേശുവേ, യേശുവേ, ഈ സമയം ഉന്നതിൽ നിന്ന് ശക്തി വർഷിക്കണമേ. ദുഷ്ടശക്തികൾ ഉയർത്തി എല്ലാ തെറ്റായ ചിന്തകളും തെറ്റായ ബോധ്യങ്ങളും കത്തിച്ചാമ്പലാകാൻ ഇപ്പോൾ ഇടവരുത്തണമേ. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ദുഷ്ടശക്തികൾ പകർന്നു നൽകിയ പാഷണ്ഡതകൾ തകരട്ടെ, ദുഷ്ടശക്തികൾ പകർന്നു നൽകിയ പാഷണ്ഡതകൾ തകരട്ടെ. ജ്ഞാനശക്തിയിൽ ഉടഞ്ഞിച്ചത് സർവം നീങ്ങിപ്പോകട്ടെ, ജ്ഞാനശക്തിയിൽ ഉടഞ്ഞിച്ചത് സർവം നീങ്ങിപ്പോകട്ടെ. ദുഷ്ടശക്തികൾ പകർന്നു നൽകിയ പാഷണ്ഡതകൾ തകരട്ടെ, ദുഷ്ടശക്തികൾ പകർന്നു നൽകിയ പാഷണ്ഡതകൾ തകരട്ടെ. ജ്ഞാനശക്തിയിൽ ഉടഞ്ഞിച്ചത് സർവം നീങ്ങിപ്പോകട്ടെ. കത്തട്ടെ നീ കത്തട്ടെ, കത്തി കത്തി പടരട്ടെ, കത്തട്ടെ നീ കത്തട്ടെ, കത്തി കത്തി പടരട്ടെ. അഭിഷേകത്തിൻ ജ്വാലകളാലെ ഭൂതലമാകെ നിറയട്ടെ, അഭിഷേകത്തിൻ ജ്വാലകളാലെ ഭൂതലമാകെ നിറയട്ടെ, ഭൂതലമാകെ നിറയട്ടെ, ഭൂതലമാകെ നിറയട്ടെ.
ഈ ജീവിതം തന്നതിനായിരമായിരം നന്ദി കർത്താവേ. പാടി സ്തുതിക്കാൻ എനിക്കായുസു നൽകി നീ കോടാനുകോടി സ്തോത്രം കർത്താവേ. എത്രത്തോളം നിന്നെ സ്തുതിച്ചാലും മതി വരുമോ, എത്ര കാലം നിന്നെ പുകഴ്ത്തിയാലും മതി തീരുമോ, എത്രത്തോളം നിന്നെ സ്തുതിച്ചാലും മതി വരുമോ, എത്ര കാലം നിന്നെ പുകഴ്ത്തിയാലും